അങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുവാനുള്ളത്. സ്ക്രീനിൽ അനീഷിന്റെയും അനുമോളുടെയും ഗ്രാഫുകൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കാണിച്ചുകൊണ്ടേ നിൽക്കുകയായിരുന്നു. ഒരുപാട് സമയം അങ്ങനെ കാണിച്ച ശേഷം ലാലേട്ടൻ പറഞ്ഞു, ഈ മുൾമുനയിൽ നിർത്താതെ ഒന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെയും ഗ്രാഫ് ഈക്വലായി പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിർത്തുവാൻ. ബിഗ് ബോസിനോട് ലാലേട്ടൻ പറഞ്ഞു, ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നറെ അനൗൺസ് ചെയ്യുവാൻ പോകുന്നത് ഞാനാണെന്ന്. അങ്ങനെ രണ്ടുപേരുടെയും കൈകൾ ലാലേട്ടൻ മുറുകെ പിടിച്ചു. കുറച്ചു സമയം ഹോൾഡ് ചെയ്ത ശേഷം അനുമോളുടെ കൈയെടുത്ത് പൊക്കുകയായിരുന്നു. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നർ അനുമോളാണ്. ഓൾറെഡി എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത ഒരു പേര് തന്നെയായിരുന്നു അനുമോളുടേത്. അനുമോൾ കപ്പ് തൂക്കുമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രൈസ് മണിയായി അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത് 40 ലക്ഷത്തി സംതിങ് ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിന്നർ ഇവിടെ നിന്ന് പോകുന്നത് കാർ ഓടിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് മാരുതി സ്പോൺസർ പറഞ്ഞിരിക്കുന്നത്. മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ വിക്ടോറിയസ് ആണ് അനുമോൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. കൂടാതെ അനുമോൾക്ക് ലാലേട്ടൻ ആ കപ്പ് അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ അനുമോളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷിന് മൈജിയുടെ വക ഒരു സ്നേഹസമ്മാനം ഉണ്ടായിരുന്നു. അതുകൂടാതെ മൈജിയുടെ ഷാജിക്ക പറഞ്ഞിരിക്കുന്നത് അനീഷിന്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും മൈജി സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്നാണ്. ടോപ്പ് 5ലുള്ള മറ്റുള്ള മത്സരാർത്ഥികൾക്കും മൈജിയുടെ ഓരോ സ്നേഹസമ്മാനങ്ങൾ നൽകിയിരിക്കുന്നു. അങ്ങനെ കേരളക്കര ഉറ്റുനോക്കിയിരുന്ന ആ വിജയിയായി മാറിയിരിക്കുകയാണ് അനുമോൾ.